എല്ലാ കൂട്ടുകാർക്കും ബെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്ന മറ്റൊരു ക്ലാസിക് ഏലിയൻ ഫിലിമിന്റെ റിവ്യൂ ആണ്. യെസ്, റിഡ്ലി സ്കോട്ടിന്റെ ദ പ്രൊമീത്തിയസ്. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആക്ച്വലി ഏലിയൻ ഫിലിംസ് കണ്ടിട്ടില്ലെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ഏലിയനും അതുപോലെ തന്നെ ഏലിയൻസ് 2ന്റെയും റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം, നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ആ ടോട്ടലി സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആക്ച്വലി പ്രൊമീത്തിയസിന്റെ റിവ്യൂലേക്ക് പോകാം. സോ എന്താണ് പ്രൊമീത്തിയസ്? സോ ഏലിയൻ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ആക്ച്വലി ഡയറക്ട് ചെയ്ത റിഡ്ലി സ്കോട്ട് എന്ന് പറഞ്ഞ ഒരു വിഷണറി ഡയറക്ടർ ആണെന്നുള്ള ഒരു കാര്യം. സോ വർഷങ്ങൾക്ക് ശേഷം, അതായത് ഏലിയൻ എന്ന് പറഞ്ഞ ഫിലിം കഴിഞ്ഞിട്ട് പിന്നെ റിഡ്ലി സ്കോട്ട് ഈ ഒരു ഫ്രാഞ്ചൈസിയുടെ ഡയറക്ടറായിട്ട് വന്നൊരു പടമാണ് പ്രൊമീത്തിയസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം. സോ പ്രൊമീത്തിയസ് എന്താന്ന് ചോദിച്ചാൽ ഇതും ആക്ച്വലി ഒരു ഏലിയൻ വേൾഡ്, അതായത് ഒരു സിനോമോർഫിന്റെ വേൾഡിൽ തന്നെ സംഭവിക്കുന്ന ഒരു ഫിലിം തന്നെയാണ് പ്രൊമീത്തിയസ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ഏലിയൻ 1 മുതൽ ഏലിയൻ റിസറക്ഷൻ വരെയുള്ള ഫിലിം എടുക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു പ്രീക്വൽ കൂടിയാണ് ആക്ച്വലി പ്രൊമീത്തിയസ് എന്ന് പറഞ്ഞ ഒരു ഫിലിം. അതായത് ഏറ്റവും വലിയൊരു ഒറിജിൻ സ്റ്റോറിയാണ് നമുക്ക് ആക്ച്വലി പ്രൊമീത്തിയസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ അധികം സയന്റിസ്റ്റുകൾ നമ്മുടെ ലൈഫ് എങ്ങനെ ഉണ്ടായി, അതായത് ലൈഫ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്, ആരാണ് ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു എക്സ്പെഡിഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോറേഷന് പോകുന്നതാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിന്റെ സ്പോയിലർ ഫ്രീ ആയിട്ട് ഇതിന്റെ പ്ലോട്ടിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ, കുറെ ഇൻസിഡൻസും കാര്യങ്ങളെല്ലാമാണ് ത്രൂ ഔട്ട് ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആക്ച്വലി ഈ ഫിലിമിന്റെ കാസ്റ്റിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നവോമി റാപ്പേഴ്സ്, മൈക്കൽ ഫാസ്ബെൻഡർ, ചാർലി ട്രീസോൺ, ഐറിസ് സിൽവ, അതുകൂടാതെ തന്നെ ഗൈ പിയേഴ്സ്. അതായത് വലിയൊരു കാസ്റ്റ് നേരെ തന്നെ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ലോഗൻ മാർഷൽ ഗ്രീനെ നമുക്ക് ആക്ച്വലി ഈ ഫിലിമിന്റെ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ ഇനി നമ്മൾ റിവ്യൂലേക്ക് ഫർദർ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആക്ച്വലി എന്നോട് ചോദിക്കുവാണെങ്കിൽ, അതായത് ഏതാണ് നല്ല ഏലിയൻസ് ഫിലിംസ് കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റുന്നത് എന്റെ ഫേവറേറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ എനിക്ക് പറയാൻ പറ്റും ജെയിംസ് കാമറോന്റെ ഏലിയൻസ്, അത് കഴിഞ്ഞിട്ട് റിഡ്ലി സ്കോട്ടിന്റെ ഒറിജിനൽ ഫിലിം ആയിട്ടുള്ള ഏലിയൻ, അത് കഴിഞ്ഞിട്ട് അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഫിലിമാണ് പ്രൊമീത്തിയസ്. കാരണം ഈ ഒരു 3 ഫിലിംസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഈ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസി സംഭവിച്ചത്. പിന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് ഏലിയൻ റിസറക്ഷൻ എന്ന് പറഞ്ഞ ഫിലിം. സോ ഇത് മാറ്റി വെച്ചിട്ട് ഏലിയൻ 3 ആണെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ എടുക്കുവാണെങ്കിൽ ഏലിയൻ കവനന്റ് എടുക്കുവാണെങ്കിലും, അതുപോലെ തന്നെ AVP സീരീസ് ആയിട്ടുള്ള AVP ഞാനൊന്നും പറയുന്നില്ല, AVP റെക്യൂം എന്ന് പറഞ്ഞ ഫിലിം എടുക്കുവാണെങ്കിലും അതെല്ലാം ടോട്ടലി ഒരു ഗാർബേജ് എന്നല്ലാതെ വേറെ ഒരു കാര്യവും പറയാൻ പറ്റില്ല. സോ ഇതാണ് ബേസിക്കലി എന്റെ പോയിന്റ് ഓഫ് വ്യൂ റിഗാർഡിംഗ് ദിസ് ഏലിയൻ ഫിലിംസ്. സോ ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആക്ച്വലി പ്രൊമീത്തിയസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാണെങ്കിൽ അഫ്കോഴ്സ് എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യമാണ്, ഈ ഫിലിം ഏതൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ലുക്ക് ഗോർജിയസ്. കാരണം ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ആണെങ്കിലും CGI ആണെങ്കിലും, അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ആണെങ്കിലും സൗണ്ട് ഡിസൈൻ ആണെങ്കിലും എല്ലാം, ഈ ഓരോ പുതിയ പ്ലാനറ്റ്സ് കാണിക്കുന്നതാണെങ്കിൽ, ഇവിടുത്തെ സ്പേസ് ഷിപ്പ് ആണെങ്കിലും, ഓരോ പുതിയ ലൈഫ് ഫോംസിനെ കാണിക്കുകയാണെങ്കിലും എല്ലാം അവർ വൺ ഓഫ് ദ നെയിൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണോ 1979 ഫസ്റ്റ് ഏലിയൻ ഫിലിമിൽ റിഡ്ലി സ്കോട്ട് ചെയ്ത് അതേപോലത്തെ ഓരോ അറ്റൻഷൻ ടു ഡീറ്റെയിൽ നമുക്ക് പ്രൊമീത്തിയസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ അത് എല്ലാ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റവാക്കി പറയാൻ പറ്റുന്നതാണ്, ഇതൊരു ഫാന്റാസ്റ്റിക് സയൻസ് ഫിക്ഷൻ ഗോർജിയസ് ഫിലിം എന്ന് തന്നെ ഒറ്റവാക്കിൽ ഈ ഒരു ഫിലിമിനെ വിശേഷിപ്പിക്കാനും കഴിയുന്നതാണ്. പിന്നെ അഫ്കോഴ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഇത് ജസ്റ്റ് ഒരു സയൻസ് ഫിക്ഷൻ പടം മാത്രമല്ല, ഇത് ആക്ച്വലി ഒരു സയൻസ് ഫിക്ഷൻ ഹൊറർ ഫിലിം എന്നും ഒരു രീതിയിൽ വരെ പറയാൻ കഴിയും. കാരണം നിങ്ങൾ ആക്ച്വലി എന്താണ് ഒറിജിനൽ ഏലിയൻ ഫിലിമിൽ കണ്ട അതിന്റെ പല കാര്യങ്ങളുടെയും ഒരു കണ്ടിന്യൂവേഷൻ തന്നെയായിട്ടാണ് നമുക്ക് ആക്ച്വലി പ്രൊമീത്തിയസ് റിഡ്ലി സ്കോട്ട് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ നമ്മളെ കാഴ്ചവെച്ചേക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ചില മൂവ്മെന്റ്സ്, എസ്പെഷ്യലി ആ ലാസ്റ്റ് സീനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഭയങ്കര സ്കെയറി ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ അഫ്കോഴ്സ് എടുത്തു പറയേണ്ടത് ഇതിനകത്തെ കാസ്റ്റിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഇതിനകത്തെ ഫസ്റ്റ് തന്നെ എടുത്തു പറയാം, ഇതിനകത്തുള്ള എല്ലാവരും വളരെ നല്ല ആക്ടിങ് ചെയ്തേക്കണം. അതിനകത്ത് എടുത്തു പറയേണ്ട കാസ്റ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നവോമി റാപ്പേഴ്സ് ചെയ്യുന്നത് എലിസബത്ത് ഷോ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടർ. പുള്ളിക്കാരി ഗോ ത്രൂ ചെയ്യുന്ന പല കാര്യങ്ങൾ, ഈ ഒരു ലൈഫ് ഫോമിനെ കണ്ടുപിടിക്കുന്നു, അതുപോലെ ഈ ഒരു ആൻസേഴ്സ് അന്വേഷിച്ച് പോകുന്നു, ആ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ആ ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ ത്രൂ ഔട്ട് ഈ പടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അഫ്കോഴ്സ് മൈക്കൽ ഫാസ്ബെൻഡർ ഡേവിഡ് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡിന്റെ ക്യാരക്ടർ. കാരണം ഒരു ആൻഡ്രോയിഡ് ആണെങ്കിൽ തന്നെ പുള്ളിക്കാരൻ എന്താണ് പുള്ളിക്കാരന്റെ മേക്കർ എന്നുള്ളൊരു കാര്യത്തിന് ആ ഒരു ക്വസ്റ്റ്യൻ, അതായത് വൈ ഐ സെർവ് ഹ്യൂമൻസ് എന്നുള്ളൊരു കാര്യം, ആ ഒരു പുതിയൊരു പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവ് എല്ലാം ആക്ച്വലി ഈ ഒരു ഫിലിമിൽ വളരെ നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ ഒരു ഫിലിമിനെ പ്രത്യേകതയാക്കുന്നതും ഒറ്റ വാക്കിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞാൽ
നിങ്ങൾക്ക് നല്ലൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ ഡിസ്റ്റന്റ് പ്ലാനറ്റിൽ പോയി സംഭവിക്കുന്ന കുറെ കാര്യങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് പ്രൊമറ്റിയസ്. സോ അതുകൊണ്ട് തന്നെ കൺക്ലൂഷനിലേക്ക് പോയിക്കുന്ന എന്റെ ഈ ഫിലിമിന്റെ ഫൈനൽ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 8 out of 10 വിത്ത് മൈ ബാഡ് ആക്സിൽ ഓഫ് അപ്രൂവൽ. വളരെ നല്ലൊരു ഫിലിമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഏലിയൻ ഫ്രാഞ്ചൈസി ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഫിലിം തന്നെയാണ്. സോ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ഇതിന്റെ സ്പോയിലർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. യെസ്, ബിഗ് തിങ്സ് ഹാവ് സ്മോൾ ബിഗിനിങ്സ്. Big things have small beginnings. സോ എന്നോട് ആദ്യം കുറെ പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. കാരണം പ്രൊമറ്റിയസ് ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എലിസബത്ത് ഷോയും പുള്ളിക്കാരിയുടെ ടീമും കൂടി ചേർന്നിട്ട് ഈ ഒരു കേവിലെ ഓരോ റൈറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കാരണം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ആണ് ഇത് റോഡ് ചെയ്തേക്കുന്നത്. സോ അത് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഈ ഒരു ഫിലിമിന്റെ കാണുന്നത്. ആ ഒരു ബ്ലാക്ക് ഗൂ കുടിച്ചിട്ട് ഒരു എഞ്ചിനീയർ സത്യം പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യുന്നത്. ആ ഒരു DNA മ്യൂട്ടേറ്റഡ് ആയിട്ടാണ് ഹ്യൂമൻസ് ഉണ്ടായെന്നാണ് പലരും വിശ്വസിക്കുന്നത്. സോ ഈ ഒരു കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെയ്ലാൻഡ് യൂട്ടാനിയുടെ ഈ ഒരു സ്പേസ് ഷിപ്പ് ആയിട്ട് ഇവർ ആക്ച്വലി ഒരു എക്സ്പ്ലോറേഷൻ പോകുന്നതാണ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇവര് ചെല്ലുന്ന പ്ലാനറ്റിന്റെ പേര് LV-223 എന്നുള്ളൊരു പ്ലാനറ്റിലാണ് ഇവർ ആക്ച്വലി ചെല്ലുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏലിയൻ ഫ്രാഞ്ചൈസി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന LV-426 എന്ന് പറഞ്ഞ പ്ലാനറ്റിലാണ്. സോ ഈ ഒരു പ്ലാനറ്റിൽ ഇവർ ചെല്ലുന്ന ഇവരുടെ സ്പേസ് ക്രാഫ്റ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നു. പിന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കേവ്സിലൊക്കെ കൂടി ഇവർ എക്സ്പ്ലോറേഷൻ സംഭവിക്കുന്നു. സോ അവിടെ വെച്ചിട്ട് ഇവർ ഈ ഒരു ബ്ലാക്ക് ഗൂ കണ്ടുപിടിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ഒരു ഫേസ് ഹഗർ രീതിയിലുള്ള ആ ഒരു സ്നേക്കിനെ ഇവർ ആക്ച്വലി കണ്ടുപിടിക്കുന്നത്. സോ അങ്ങനെയാണ് ഇവരുടെ ഓരോ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഡേവിഡിന് പുള്ളിക്കാരന്റെ അതായത് ഒറിജിൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരൻ ലോഗൻ മാർഷൽ ഗ്രീന്റെ ആ ഒരു ഡ്രിങ്ക്സിന്റെ ഇടയിൽ ഈ ഒരു ബ്ലാക്ക് ഗൂ ആക്ച്വലി ജസ്റ്റ് വൺ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അവിടെ മുതലാണ് പുള്ളിക്കാരന്റെ എക്സ്പെരിമെന്റ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ആക്ച്വലി ഏലിയൻ കവനന്റിലെ ആ ഒരു ഫക്ഡ് അപ്പ് എക്സ്പെരിമെന്റ് നമ്മൾ കണ്ടത്. കാരണം എന്താ പറയുക, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടമല്ല. ആ ഒരു ഫിലിം ടോട്ടലി ഡേവിഡ് ഫക്ഡ് അപ്പ് ചെയ്തു എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. സോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ലോഗൻ മാർഷൽ ഗ്രീൻ എന്ന് പറഞ്ഞ ആക്ടർ സത്യം പറഞ്ഞാൽ ഈ ഒരു മ്യൂട്ടേറ്റഡ് ആയി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം ഫസ്റ്റ് ഒരു ഹ്യൂമൻ ഏലിയൻ DNA ക്ലോണ്ടൈസ്ഡ് ആയതാണ് നമുക്ക് ആക്ച്വലി അതിനകത്ത് കാണാൻ കഴിയുന്നത്. അപ്പോഴും നിങ്ങൾ വിചാരിക്കണം വെയ്ലാൻഡ് യൂട്ടാനി ഇവിടുത്തെ ഷിപ്പിൽ ഓൾറെഡി ഉണ്ട്. കാരണം പുള്ളിക്കാരൻ ഓൾമോസ്റ്റ് ഡൈ ആയിട്ട് നിൽക്കുവാണ്. എങ്ങനെ ബേസിക്കലി ഇമോർട്ടൽ ആയിട്ട് ജീവിക്കുക എന്നുള്ള വെയ്ലാൻഡിന്റെ ക്വസ്റ്റനിങ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു LV-233 എന്ന് പറഞ്ഞ പ്ലാനറ്റ്സ് സത്യം പറഞ്ഞ എഞ്ചിനീയേഴ്സ് യൂസ് ചെയ്യുന്ന അവരുടെ ആക്ച്വലി പല കാര്യങ്ങളും ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അമേരിക്കയുടെ ഏരിയ 51 എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ച് നമുക്കറിയാം. സോ അതെന്ന് പറഞ്ഞാൽ അവർ ആക്ച്വലി ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് ഏരിയ ആണ്. സോ അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് അവരുടെ ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പെസിഫിക് പ്ലാനറ്റ് ആണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പ്ലാനറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതുകൊണ്ടാണ് ആ ഒരു ചാമ്പറിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറേയധികം ബ്ലാക്ക് ഗൂസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറെ ബോട്ടിൽസ് പോലത്തെ സാധനങ്ങൾ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ ഇതെല്ലാം തന്നെയാണ് ആ ഒരു പ്ലാനറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എസ്പെഷ്യലി എടുത്തു പറയാനുള്ള ഒരു കാര്യം, നേരത്തെ നമ്മൾ കണ്ടായിരുന്നു പ്രൊഫസർ ഷോയും ലോഗൻ മാർഷൽ ഗ്രീന്റെ ക്യാരക്ടറുമായിട്ട് സെക്സ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി പ്രഗ്നന്റ് ആകാതിരുന്നതാണെങ്കിലും പുള്ളിക്കാരി ആക്ച്വലി പ്രഗ്നന്റ് ആയി. ആൻഡ് പുള്ളിക്കാരി ആക്ച്വലി പ്രസവിക്കുന്ന ആരെയാണ്? ദ ഫസ്റ്റ് ആൻഡ് ഒറിജിനൽ ഫേസ് ഹഗറിനെയാണ് പുള്ളിക്കാരി ആക്ച്വലി പ്രസവിക്കുന്നത്. സോ അത് ആക്ച്വലി ഈ ഒരു പടത്തിന്റെ ഭയങ്കര വലിയൊരു ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു സീൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ലാസ്റ്റ് ഇവരെ എല്ലാരും അതായത് കൊന്നു കഴിഞ്ഞിട്ട് എഞ്ചിനീയർ പുറത്തേക്ക് വരുന്നു. പിന്നെ ഫിലിമിന്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ഈ ഒരു എഞ്ചിനീയറിനെ ഒരു ഫേസ് ഹഗർ ഫുള്ളി ഹഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിന്റെ ചെസ്റ്റ് ബസ്റ്റ് ചെയ്ത് വരുന്ന പുതിയ ഫസ്റ്റ് മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിന്റെ DNA ആയിട്ടുള്ള ഒരു ഏലിയനെയാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത്. റിഡ്ലി സ്കോട്ട് ആ ഒരു ഏലിയന്റെ പേരിട്ട ഡീക്കൺ എന്ന് തന്നെയാണ്. കാരണം ആ ഒരു ടൈമിലേക്ക് നമ്മൾ നോക്കിങ്ങനെ അറിയാൻ പറ്റും ഡേവിഡും എലിസബത്ത് ഷോയും കൂടിയിട്ട് ഇവിടെ നിന്ന് ആക്ച്വലി എഞ്ചിനീയേഴ്സിന്റെ ഷിപ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ഒറിജിൻ സംഭവിച്ചു, ഇതിന്റെയൊക്കെ ഉറവിടം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് അവർ ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവർ ആക്ച്വലി ഫസ്റ്റ് ഈ ഒരു ഏലിയൻ കവനന്റിന് വരെ ഈ ഒരു പടത്തിന്റെ പേര് വന്ന പ്രൊമറ്റിയസ് പാരഡൈസ് ലോസ് എന്നായിരുന്നു ഇവർ ഇടാൻ ആക്ച്വലി ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതെല്ലാം മാറി അവർ ഏലിയൻ നിട്ട് ആ ഒരു ഫിലിം ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ ഡീക്കണിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൊരു എക്സ്പ്ലനേഷൻ അവർ നമുക്ക് തന്നിട്ടില്ല. മേ ബി ഡീക്കൺ ഇപ്പോഴും LV-223 എന്ന് പറഞ്ഞ ആ ഒരു പ്ലാനറ്റിൽ ഇപ്പോഴും ഓടി നടപ്പുണ്ടാവുന്ന തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതാണ് ആക്ച്വലി എൻ്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ ടുവേഴ്സ് ദിസ് പെർട്ടിക്കുലർ ഫിലിം.
സോ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്നതോടെ എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു കാര്യം, നിങ്ങൾ ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസിയുടെ ഫാൻ ആണെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം, ഇഷ്ടപ്പെട്ട് ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.